പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ വചനത്തിൽ കൂടി ഉയർത്തുന്നതിൽ വളരെ സന്തോഷം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം അനേക വ്യക്തി ജീവിതങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ജനത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക വചനം, ജനത്തെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവിക വചനം, സൗഖ്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ഗോഡ്. ഈ വചനം പറയുന്നതിൽ അഭിമാനമുണ്ട്. കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന ആമേൻ ദൈവദാസന്മാർക്കും അനുസരിക്കുന്ന എല്ലാവർക്കും ഇത് വളരെ അനുഗ്രഹമാകും എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഉറപ്പ് നൽകുന്നു. അനേക വ്യക്തികൾ പ്രാർത്ഥനകൾക്ക് വേണ്ടി വിളിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ ഈ സന്ദേശങ്ങൾ കൈക്കൊള്ളുന്നോ അവരുടെയൊക്കെ ജീവിതം വളരെ അനുഗ്രഹമാകും. പ്രൈസ് ഗോഡ്. പ്രത്യേക നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ആമേൻ. ദൈവിക സന്ദേശം നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പരിശുദ്ധാത്മാവ് എപ്പോഴാണെന്ന് അറിയത്തില്ല നമ്മോട് സംസാരിക്കാനുള്ള വചനം നമ്മുടെ കയ്യിൽ തരുന്നതെന്ന്. നമ്മുടെ കാതുകളിൽ അത് പരിശുദ്ധാത്മാവ് സംസാരിക്കും. അത് അനുഗ്രഹത്തിനും നിറവിനും നന്മയ്ക്കൊക്കെ അതൊരു കാരണമായി തീരും. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 10, 11, 12 തിരുവചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോൾ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കായും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായി ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം. അനുഗ്രഹം മാത്രം, നന്മ മാത്രം ഒരു വ്യക്തിയിലേക്ക് വചനത്തിലൂടെ പകരുന്നതിൽ വളരെ സന്തോഷം. ഈ സന്ദേശം ഒരു അനുഗ്രഹമായി തീരും, ഒരു സൗഖ്യമായി തീരും, വീടിൻ്റെ അകത്ത് സമാധാനമായി തീരും, തലമുറകളിൽ ഭയങ്കര വ്യത്യാസം സംഭവിക്കും. പരിശുദ്ധാത്മാവാണ് ഈ വചനം എഴുതിയതുള്ളത് കൊണ്ട് ഇതിലൂടെ വൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, ജീവനെ ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോൾ, പ്രൈസ് ഗോഡ്, ജീവൻ ആഗ്രഹിക്കുകയും വേണം, ജീവിക്കാനുള്ളതും ആഗ്രഹിക്കണം. പ്രൈസ് ഗോഡ്. എന്നോട് ഞാൻ ആവർത്തിക്കുകയാണ്, ജീവനെ ആഗ്രഹിക്കുകയും അതോടൊപ്പം ജീവിക്കാനുള്ളത് ആഗ്രഹിക്കുകയും വേണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ജീവൻ മാത്രം പോരാ. നമുക്ക് എന്ത് വേണം? ആഹാരം വേണം. പ്രൈസ് ഗോഡ്. ഈ ജീവൻ മാത്രം ആഗ്രഹിക്കുമ്പോൾ തന്നെ ജീവിക്കാനുള്ളത് ആഗ്രഹിക്കുവാൻ ദൈവാത്മാവി സന്ദേശത്തിലൂടെ കൈമാറുകയാണ്. പ്രൈസ് ഗോഡ്. ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്തൊരു അനുഗ്രഹത്തിന് വേണ്ടിയായിരിക്കാം, ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയായിരിക്കാം, തലമുറയുടെ ഏതെങ്കിലും വിഷയമായി ബന്ധപ്പെട്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചും കൊതിച്ചും ഈ നിമിഷം പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കുന്നത്. തലമുറകളുടെ വിദ്യാഭ്യാസമായിരിക്കാം,
അല്ലെങ്കിൽ ശുശ്രൂഷപരമായുള്ള ഉന്നമനവും ദൈവകൃപയുടെ അളവറ്റ കൃപാവരത്തിൻ്റെ ഭാഷാവരത്തിൻ്റെ ശുശ്രൂഷയുടെ ഒരു വാതിൽ തുറക്കണമെന്നായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ജീവൻ ഓൾറെഡി നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് ജീവിക്കാനുള്ളതും കൂടെ ദൈവം നിങ്ങളുടെ മേൽ പകരും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എന്താണോ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ കൊതിച്ചിരിക്കുന്നത്, എന്താണോ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഹൃദയംഗമായി നിങ്ങളോട് വചനത്തിൽ കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ രോഗങ്ങൾ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ട്യൂമറുകൾ മാറാൻ പോവുകയാണ്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉദര സംബന്ധമായ വിഷയങ്ങൾ മാറാൻ പോവുകയാണ്. തൈറോയിഡിൻ്റെ പ്രോബ്ലങ്ങൾ മാറാൻ പോവുകയാണ്. ക്യാൻസറിൻ്റെ സെല്ലുകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകാൻ പോവുകയാണ്. എന്താണോ നിങ്ങൾ ഈ സന്ദേശത്തിൽ കൂടി പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശത്തിലൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പം ജീവനെ ആഗ്രഹിക്കണം, ജീവിക്കാനുള്ളതും ആഗ്രഹിക്കണം. പ്രൈസ് കോൾ. ഈ സന്ദേശത്തിലൂടെ ചില നന്മകൾ പരിശുദ്ധാത്മാവ് ചില വ്യക്തിയിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഹാലിൽ ചില തലമുറകളുമായി ബന്ധപ്പെട്ട് കരയുന്ന മാതാപിതാക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു മഹാസന്തോഷം പരിശുദ്ധാത്മാവ് തരാൻ പോവുകയാണ്. പ്രൈസ് കോൾ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാതാപിതാക്കൾ, തലമുറകൾ ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങി വേദനയോടെ ഭാരപ്പെടുന്നുണ്ട്. നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് ദൈവാത്മാവ് മറുപടി തരാൻ പോവുകയാണ്. പ്രൈസ് കോൾ. എന്തെന്നാൽ കർത്താവിൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് ശുഭകാലം വരണമെന്നാണ്. പ്രൈസ് കോൾ. നിങ്ങൾ ഞെരുങ്ങി ജീവിക്കുവാൻ കർത്താവിന് ഇഷ്ടമല്ല. നിങ്ങൾ കഷ്ടത്തിൽ കൂടി, പ്രയാസത്തിൽ കൂടി ദൈവത്തെ അന്വേഷിച്ച് മുന്നേറണമെന്ന്, അല്ലെങ്കിൽ അന്വേഷിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ദൈവത്തിന് താല്പര്യമില്ല. ദൈവത്തിന് ഏക താല്പര്യം ശുഭകാലമായി നിങ്ങൾ ജീവിക്കണം, നന്നായി ജീവിക്കണം. പ്രൈസ് കോൾ. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കുന്നത് പോലെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശുഭകാലത്തോടെ, നന്മയോടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് കോൾ. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, ശുഭകാലം വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കണം. ശുഭകാലം വരിക മാത്രമല്ല, ശുഭകാലത്തിൽ ജീവിക്കേണ്ട പൊരുളുകൾ, അത് ജോലിയാകാം, മറ്റെന്തെങ്കിലും ആകാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന സഹോദര, സഹോദരി, നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാകാൻ പോവുകയാണ്. ഈ സന്ദേശം നിങ്ങളുടെ തലമുറകളെ തൊടും. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ തൊടും. ഈ സന്ദേശം നിങ്ങളുടെ ഭാര്യയെ, ഭർത്താവിനെ തൊടും. അസമാധാനമിട്ട് ശുഭകാലം വരാതെ ജീവിതത്തിൻ്റെ ക്ലൈമറ്റിനെ ഇരുട്ടിൻ്റെ സാദൃശ്യമാക്കി വീടിൻ്റെ അകത്ത് മദ്യപാനത്തിൻ്റെയും തമ്മിത്തല്ലിൻ്റെയും ശംശത്തിൻ്റെയും പേര് പറഞ്ഞ് കുടുംബത്തിൻ്റെ അകത്ത് അസമാധാനമിട്ട് പോരാടി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് നിന്നും എടുത്തു കളയാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശുഭകാലം വരാൻ വേണ്ടിയാണ്, അനുഗ്രഹം വരാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹം വരാനുള്ള വഴികളും ശുഭകാലത്ത് നിങ്ങൾ ജീവിക്കാനുള്ള വഴികളും പരിശുദ്ധാത്മാവ് ചില മിനിറ്റുകൾ മാത്രം ഈ സന്ദേശത്തിൽ കൂടി നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. രാമേൻ പറഞ്ഞോണം കേട്ടോ. അപ്പം ശുഭകാലം വരുവാൻ ആഗ്രഹിക്കുന്നവർ, ജീവനെ അനുഗ്രഹമാകാൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹത്തിൻ്റെ വഴികളും പരിശുദ്ധാത്മാവിൽ ആഗ്രഹിച്ചോണം. പ്രൈസ് ഗോഡ്. ഭൂമിയിൽ എന്തൊക്കെ നന്മകൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചോണം. ഭൂമിയിൽ എന്തൊക്കെ നന്മകൾ നിങ്ങൾ ആഗ്രഹിച്ച്, പ്രാർത്ഥിച്ച്, കൊതിച്ച് നിങ്ങൾ ഇരിക്കുന്നോ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി വീണ്ടും ആഗ്രഹിച്ചോണം. പ്രൈസ് കോൾ. ഇത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെട്ട് ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത വിഷയമായിരിക്കുന്ന സഹോദരങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണോ ഈ സന്ദേശത്തിൽ കൂടി അനുഗ്രഹമായി ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. തലമുറകൾ
തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് തലമുറകളെ തന്ന് അനുഗ്രഹിക്കാൻ പോകുകയാണ്. സമൂഹത്തിൽ നിങ്ങളൊരു നിന്നാപാത്രമായെങ്കിൽ, കുടുംബത്തിൽ നിങ്ങളൊരു നിന്നാപാത്രമായെങ്കിൽ, കൂട്ടുകാരുടെ മുമ്പിൽ നിങ്ങളൊരു നിന്നാപാത്രമായി ഇരിക്കുകയാണെങ്കിൽ, മറ്റ് കുടുംബങ്ങളെ കാണുമ്പോൾ, അവരുടെ തലമുറകളെ കാണുമ്പോൾ എനിക്കെന്തുകൊണ്ട് തലമുറകൾ ഉണ്ടാകുന്നില്ല എന്ന് ടെൻഷനായി, ഭാരമായി, വേദനയോടെ ഉറങ്ങാതെ രാത്രിയുടെ യാമങ്ങളിൽ കരയുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന കുടുംബമേ, നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ഉദരത്തിൻ്റെ അകത്തുള്ള സകല കേടുപാടുകളെയും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി നിങ്ങളുടെ ഉദരത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തലമുറകളെ തരാൻ പോവുകയാണ്. ആമേൻ പറഞ്ഞ് ഒന്ന് സ്വീകരിച്ചോണം. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. തടസ്സമായി നിൽക്കുന്ന സമസ്ത മേഖലകളെയും പരിശുദ്ധാത്മാവ് പൊട്ടിച്ച് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ശുഭകാലം നന്മയാക്കി മാറ്റാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. അനുഗ്രഹം നമ്മിൽ വരുമ്പോൾ ചില നിബന്ധനകൾ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിൽ കൂടി ഒന്ന് പറയട്ടെ. അതും ഒന്ന് ജീവിതത്തിലേക്ക് ഒന്ന് മാറ്റേണ്ടത്, അത് ജീവിതമായി ജീവിതമായി അതൊന്ന് താരതമ്യപ്പെടുത്തി ഒന്ന് ജീവിക്കുന്നത് ഏറ്റവും അത്യാവശ്യമായിരിക്കും. പ്രൈസ് ഗോഡ്. അനുഗ്രഹം തരാൻ യേശു ശക്തനാണ്. നന്മ കൊണ്ട് നിറയ്ക്കാൻ കർത്താവായ യേശു ക്രിസ്തു റെഡിയായിട്ട് നിൽക്കുകയാണ്. സൗഖ്യം തരാൻ അവൻ്റെ കരങ്ങൾ, അവൻ്റെ ശബ്ദങ്ങൾ റെഡിയായി നമ്മുടെ അരികത്ത് തന്നെയുണ്ട്. പ്രൈസ് ഗോഡ്. അത് സ്വീകരിക്കാൻ, അതിനുവേണ്ടി കൊതിക്കുവാൻ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ വിശുദ്ധ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് എന്ന് ചില മിനിറ്റുകൾ മാത്രം അതിനു വേണ്ടിയുള്ള ചില നിബന്ധനകൾ ദൈവാത്മാവിൽ കുറിച്ച ചില വാക്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൽ ഞാനൊന്ന് പ്രബോധിപ്പിക്കട്ടെ. പ്രൈസ് ഗോഡ്. അനുഗ്രഹം, ശുഭകാലം ഒരുവനിൽ വരുമ്പോൾ, അനുഗ്രഹത്തിൻ്റെ പദങ്ങൾ ഒരുവനിൽ വരുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ദോഷം ചെയ്യരുത്. പ്രൈസ് ഗോഡ്. ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും. പ്രൈസ് ഗോഡ്. അപ്പോൾ അനുഗ്രഹം വരുമ്പോൾ, നന്മയായി നമ്മുടെ അകത്ത് നന്മകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, അനുഗ്രഹത്തിൻ്റെ നിറവ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹമായി വന്ന് ഭവിക്കുമ്പോൾ, ദൈവിക നന്മകൾ കൊണ്ട്, ദൈവിക ആശീർവാദങ്ങൾ കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കുമ്പോൾ, അത് ജോലിയായിരിക്കാം, പണമായിരിക്കാം, അത് ശുശ്രൂഷപരമായിരിക്കാം, ബന്ധങ്ങളായിരിക്കാം, പരിശുദ്ധാത്മാവി വചനത്തിൽ കൂടി പറയുന്നു, ദോഷം ചെയ്യരുത്. നിന്റെ ശുശ്രൂഷകൾ കൊണ്ട് അനേക വ്യക്തികളെ മുറിവേൽപ്പിക്കരുത്. നിന്റെ ജോലി കൊണ്ട്, നിന്റെ യാത്രകൾ കൊണ്ട്, നിന്റെ ബന്ധങ്ങൾ കൊണ്ട്, നിന്റെ സംസാരങ്ങൾ കൊണ്ട്, വാക്കുകൊണ്ട് നീ പലരെയും മുറിവേൽപ്പിക്കരുത്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, നീ ദോഷം ചെയ്യരുത്. രണ്ടാമത് പറയുന്നു, നീ വ്യാജം പറയരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം തന്ന നന്മകൾ, ദൈവം തന്ന ജോലികൾ, കർത്താവ് തന്ന ശുശ്രൂഷകൾ, കർത്താവ് തന്ന ബന്ധങ്ങൾ, കർത്താവ് തന്ന വാഹനം, കർത്താവ് തന്ന പണം, ഇതുപയോഗിച്ച് നീ വ്യാജം പറഞ്ഞു നടക്കരുത്. നിന്റെ ആദരത്തിൻ്റെ അകത്ത് ആമേൻ പ്രാർത്ഥനയും നന്ദിയും സ്തോത്രവും അല്ലാതെ മറ്റൊന്നിലേക്കും പോകുവാൻ തുനിയരുത്. അപ്പോൾ നീ ദോഷം ചെയ്യരുത്, വ്യാജം പറയരുത്. പ്രൈസ് ഗോഡ്. അനുഗ്രഹം നമ്മിൽ വരുമ്പോൾ, സ്തോത്രം, അനുഗ്രഹം കൊണ്ട് ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ്, സ്വർഗീയ പിതാവ് നമ്മളെ നിറയ്ക്കുമ്പോൾ അനേകർക്ക് നീ ഒരു അനുഗ്രഹമാകണം. ആർക്കും നീ ദോഷം ചെയ്യരുത്, ആരോടും നീ വ്യാജം പറഞ്ഞ് നടക്കരുത്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കുവാൻ, എന്നെ കേൾക്കുന്ന ദൈവവേദനയെ അനുഗ്രഹിക്കുവാൻ സർവശക്തനായ ദൈവം റെഡിയായി നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഈ സന്ദേശത്തുകൂടി ഒന്ന് വാ തുറന്ന് പറയണം, ഞാൻ ദോഷം ചെയ്യത്തില്ലപ്പാ, ഞാൻ വ്യാജം പറയത്തില്ല. എൻ്റെ യാത്രകളിൽ, എൻ്റെ ജോലിയിൽ, എനിക്കൊരു മകനെ കിട്ടുമ്പോൾ, എനിക്ക് മക്കളുണ്ടാകുമ്പോൾ ഞാൻ വ്യാജം പറയത്തില്ല, ദോഷം ചെയ്യത്തില്ല. അങ്ങ് തന്ന കൃപയാണെന്നല്ലാതെ മറ്റൊന്നും എൻ്റെ നാവിൽ വരത്തില്ലെന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനമെടുത്താൽ, ഈ സന്ദേശം തീരുന്നതിനിപ്പുറമായി നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ആക്കാൻ, നിങ്ങളുടെ ലൈഫിനെ അനുഗ്രഹമാക്കി മാറ്റാൻ, നിൻ്റെ തലമുറയെ അനുഗ്രഹമാക്കി മാറ്റാൻ, നിന്റെ ഓഫീസിനെ അനുഗ്രഹമാക്കി മാറ്റാൻ, നിന്റെ സർട്ടിഫിക്കറ്റിനെ അനുഗ്രഹമാക്കി മാറ്റാൻ എൻ്റെ കർത്താവ് നിന്റെ പക്ഷത്ത് തന്നെയുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനിയും നന്മ ചെയ്യാനുള്ള ശുഷ്കാന്തിയാണ് വേണ്ടത്. പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് 30. 1 പത്രോസ് 3-ാം അധ്യായം 13-ാമത്തെ വചനം. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ
ശുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവർ ആർ. പ്രിയരെ, എത്ര അതിമഹത്തമായ തിരുവചനം. പ്രൈസ് ഗോഡ്. നമ്മളോട് ദോഷം ചെയ്യാനുള്ള കാരണം നമ്മിൽ നന്മയില്ലാത്തത് കൊണ്ടാണെന്ന് വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം സംസാരിക്കുമ്പോൾ, അനുഗ്രഹത്തിൻ്റെ പദം മാത്രം നാവിൽ നിന്ന് ഉരുവിടുമ്പോൾ, വിശുദ്ധ തിരുവെഴുത്ത് പത്രോസിൽ കൂടി പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിൽ കൂടി നമ്മോട് സംസാരിക്കുന്നു. ദോഷം ചെയ്യാൻ ആരാ ഉള്ളത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നന്മ ചെയ്തുകൊണ്ടിരുന്നാൽ, അനുഗ്രഹം ചെയ്തുകൊണ്ടിരുന്നാൽ, നന്മ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ദോഷത്തിൻ്റെ ദുഷ്ടശക്തിയും ഹല്ലേലൂയ തടസ്സമായി നിൽക്കാതെ വണ്ണം ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കും. പ്രൈസ് ഗോഡ്. ആമേൻ. നന്മ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആരാ ദോഷം ചെയ്യുന്നതെന്ന് പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. അനുഗ്രഹം നമ്മിൽ വരുമ്പോൾ ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിക്കുകയും വേണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നന്മ നമ്മിൽ വരുമ്പോൾ, അനുഗ്രഹം നമ്മിൽ വരുമ്പോൾ ഗുണം ചെയ്യണമെന്ന്. ഗുണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിക്കുകയും വേണം. പ്രിയരെ, നല്ലൊരു സമ്പത്ത് വന്നാൽ, നല്ലൊരു അനുഗ്രഹം വന്നാൽ നമ്മുടെ സമാധാനം പോവുകയല്ല വേണ്ടത്, നമ്മുടെ ഗുണത്തിൻ്റെ നല്ല സ്വഭാവം പോവുകയല്ല വേണ്ടത്. ഇരട്ടിയായി ഗുണത്തിൻ്റെയും സമാധാനത്തിലും നിറവ് വേണം. ഒരുപാട് നന്മകൾ വരുമ്പോൾ കുടുംബത്തിൽ അസമാധാനമായി കുടുംബത്തിൻ്റെ അകത്ത് കലഹങ്ങളാണ് വന്നതെങ്കിൽ, ദൈവിക അനുഗ്രഹം വരുമ്പോൾ, ദൈവിക ബ്ലെസ്സിങ് ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബത്തിൻ്റെ അകത്ത് നിന്ന് ഗുണങ്ങൾ പുറപ്പെടണം. പ്രൈസ് ഗോഡ്. അനുഗ്രഹം പുറപ്പെടണം. പ്രൈസ് ഗോഡ്. 2 പറയുന്നു, ആ കുടുംബത്തിൻ്റെ അകത്ത് സമാധാനം നിലകൊള്ളണം. ആമേൻ, 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 ആമേൻ. ഈ അനുഗ്രഹത്തിൻ്റെ അകത്ത് കിട്ടുന്ന ദൈവിക ഓഫറാണ്. 1, അനുഗ്രഹത്തിൻ്റെ അകത്ത് ഗുണം ചെയ്യാനുള്ള മനസ്സ്. പ്രൈസ് ഗോഡ്. അനുഗ്രഹത്തിൻ്റെ അകത്ത് സമാധാനത്തിൽ ജീവിക്കാനുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ജീവിതം. പ്രൈസ് ഗോഡ്. അനുഗ്രഹം. ഒരു വാഹനം കിട്ടിയവർക്ക് കർത്താവ് 3 വാഹനം തരുമ്പോൾ അതിൻ്റെ അകത്ത് ദോഷം ചെയ്യുകയല്ല, മറ്റുള്ളവർ കാണുമ്പോൾ അഹങ്കാരത്തിൽ വാഹനം ഓടിക്കുകയല്ല, മറ്റുള്ളവരെ കാണുമ്പോൾ അഹങ്കാരത്തോടെ നടക്കുകയല്ല. നിനക്ക് അനുഗ്രഹം എത്രമാത്രം കുമിഞ്ഞുകൂടുന്നോ അത്രമാത്രം നിൻ്റെ അകത്ത് നിന്ന് ഗുണം പുറത്തേക്ക് വരണം, നന്മ പുറത്തേക്ക് വരണം. നീ എത്രമാത്രം ഗുണവും നന്മയും നിൻ്റെ അകത്തുനിന്ന് വരുമോ അത്രമാത്രം നിൻ്റെ വീടിൻ്റെ അകത്ത് സമാധാനം വേണം. നീ പോകുന്നിടത്ത് സമാധാനം വേണം. നീ ഒരു മാർക്കറ്റിൽ പോയാൽ സമാധാനം വേണം. മറ്റുള്ളവരോട് പറയുമ്പോൾ സമാധാനം വേണം. പ്രൈസ് ഗോഡ്. ഈ 2 പവൻ്റെ 3 പവൻ്റെ ഒക്കെ മാല ചിലർ കഴുത്തിലിട്ടുകൊണ്ട് വരുമ്പോഴേ ഈ സിറ്റിയിലൊക്കെ വെച്ച് കാണാം, അവർ പുറത്തിട്ടുകൊണ്ട് വരും. ടീഷർട്ടേ ഇടത്തുള്ളൂ, ഷർട്ട് പിന്നെ ഇടത്തില്ല, ടീഷർട്ട് ഇടും. കാരണം ഈ മാല കാണാൻ വേണ്ടി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ നിങ്ങൾ അഹങ്കരിച്ച് നടക്കരുത്. ഒരുവനിൽ നിന്നും നന്മയും സമാധാനവും പുറപ്പെടണം. സമാധാനം അന്വേഷിക്കുന്നത് കൊണ്ട്, ആമേൻ, ആമേൻ, സമാധാനം അന്വേഷിക്കുന്നത് കൊണ്ട് ഈ സമ്പത്തിലല്ല സമാധാനം ഇരിക്കുന്നത്, അനുഗ്രഹത്തിലല്ല സമാധാനം ഇരിക്കുന്നത്, വാഹനത്തിലല്ല സമാധാനം ഇരിക്കുന്നത്. സമാധാനം ഇരിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. യേശുവിനെ അന്വേഷിക്കണം. വചനത്തിൽ കൂടി ദൈവിക നന്മകൾ കൊണ്ട് യേശുവിനെ കൂടുതലായി അറിയുവാനുള്ള മനസ്സുണ്ടാകണം. ഹല്ലേലൂയ. യേശുവിൻ്റെ നന്മകളെക്കുറിച്ചും യേശുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും വചനം കൊണ്ട് ആരായാനുള്ള ഒരു നല്ല മനസ്സിന് ഉടമയാകണം. ആ വ്യക്തിയെ ദൈവാത്മാവ് അനുഗ്രഹിക്കാൻ പോകുകയാണ്. പ്രൈസ് ഗോഡ്. അനുഗ്രഹം കിട്ടുമ്പോൾ സമാധാനം പോകുകയല്ല. ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടുമ്പോൾ സമാധാനത്തിൽ ജീവിക്കണം. ആമേൻ. പ്രൈസ് ഗോഡ്. അനുഗ്രഹം കിട്ടുമ്പോൾ സമാധാനം പോകുമെന്ന് ഹല്ലേലൂയ അറിയാവുന്ന പത്രോസ് പറയുകയാണ്, യേശുവിലാണ് സമാധാനം. എല്ലാവരും അനുഗ്രഹത്തിൻ്റെ പുറകെ പോകുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി സകല നന്മകളും നിങ്ങൾക്ക് കൊടുക്കപ്പെടും. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ലഭിക്കും. നന്മയായി മാറ്റുന്ന, സമാധാനമായി മാറ്റുന്ന, അനുഗ്രഹമായി മാറ്റുന്ന
യേശുവാണ് എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയതെന്ന് ക്രിസ്തുവിലുള്ള മനോഭാവത്തോടു കൂടി ആർക്കാണ് ബോധ്യമുണ്ടാകുന്നത്, അവരെ എൻ്റെ കർത്താവ് സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കും. നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും, നീ ദേശത്ത് അനുഗ്രഹിക്കപ്പെടും, നീ കുടുംബത്ത് അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൃഷി സമ്പത്ത്, മൃഗസമ്പത്ത് അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുമ്പോൾ നിന്റെ സമാധാനത്തെ നീ അന്വേഷിച്ചോണം. സമാധാനമാരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ഗോഡ്. അത് നിരന്തരം അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. പണം കിട്ടുമ്പോൾ ചിലരുടെ സമാധാനം പോകും, ജോലി കിട്ടുമ്പോൾ ചിലരുടെ സമാധാനം പോകും, അനുഗ്രഹത്താൽ നിറയുമ്പോൾ ചില സമാധാനം പോകും, ശുശ്രൂഷയിൽ നിറയുമ്പോൾ ചിലരുടെ സമാധാനം പോകും. പ്രൈസ്. എന്താ കാരണം അറിയാവോ? ആ നന്മയിലാണ് അവരുടെ മനോഭാവം, ആ നന്മയിൽ, ആ സമ്പത്തിലാണ് ചിലരുടെ ഹൃദയം ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തായി? ഹല്ലേലൂയ, അവരുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ജോലി എത്ര വലുത് കിട്ടിയാലും, സമ്പത്ത് എത്ര വലുത് കിട്ടിയാലും, അനുഗ്രഹം എത്ര വലുത് കിട്ടിയാലും, ഹല്ലേലൂയ, നന്മയെ, സമാധാനത്തെ യേശുവിൽ കൂടി അന്വേഷിക്കുവാൻ പരിശ്രമിക്കണം. പ്രൈസ് ഗോഡ്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ മെച്ചപ്പെടുത്തണം, അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ പക്വതയാക്കി മാറ്റണം. ആ നിറവാണ്, ആ അനുഗ്രഹമാണ് ഒരുവനെ യേശുവിൽ കൂടി ഹല്ലേലൂയ ഉയർത്തുന്നത്. നന്മയാക്കി പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ അവരെ നിർത്തുവാനുള്ള കാരണം അവർ സമാധാനത്തെ അന്വേഷിക്കുന്നവരാണ്, യേശുവിനെ അന്വേഷിക്കുന്നവരാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷെ യേശുവിൽ കൂടിയുള്ള സമാധാനം നിരന്തരം അന്വേഷിച്ചോണം. പ്രൈസ് ഗോഡ്. കാരണം യേശുവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേൽ അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. അനുഗ്രഹം കിട്ടിയോ? നന്മ കിട്ടിയോ? പ്രൈസ് ഗോഡ്. സമാധാനം കിട്ടിയോ? വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കും. പ്രൈസ് ഗോഡ്. അവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചെവി തുറന്നിരിക്കുകയാണ്. അനുഗ്രഹം കിട്ടി അനുഗ്രഹത്തിൻ്റെ പുറകെ പോയില്ല, വാഹനം കിട്ടി വാഹനത്തിൻ്റെ പുറകെ പോയില്ല, ജോലി കിട്ടി ജോലിയുടെ പുറകെ പോയില്ല. പ്രൈസ് ഗോഡ്. അവർ നന്ദിയുള്ളവരായി എപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്, നീതിമാന്മാരാണ്. അവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി സ്വർഗം ചെവി തുറന്നു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇത്രയുള്ളൂ. അനുഗ്രഹം വരുമ്പോൾ പ്രാർത്ഥന നിർത്തരുത്. ഹല്ലേലൂയ. നീ കഷ്ടപ്പെട്ടപ്പോൾ നീ പ്രാർത്ഥിച്ചായിരുന്നു, ഞെരുങ്ങി ജീവിച്ചപ്പോൾ നീ പ്രാർത്ഥിച്ചായിരുന്നു, കുഞ്ഞുങ്ങളുടെ ഭാവി ആമേൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥന ആമേൻ സങ്കടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ പ്രാർത്ഥിച്ചതുപോലെ ദൈവം നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയുമ്പോൾ, നന്മകൾ ചൊരിയുമ്പോൾ, നിങ്ങളുടെ തലമുറകളെ സ്ഥലം പോരാതെ നിങ്ങളുടെ വീടിനെ അങ്ങ് അനുഗ്രഹിക്കുമ്പോൾ, വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗം ചെവി തുറന്നു വെച്ചിരിക്കും. പ്രൈസ്. എന്നാൽ എപ്പോഴൊക്കെ ചോദിക്കുന്നോ, എപ്പോഴൊക്കെ അപേക്ഷിക്കുന്നോ, അത് അപ്പോൾ എടുത്തു തരുവാൻ സ്വർഗം, ഹല്ലേലൂയ, സ്വർഗത്തിലിരിക്കുന്ന കർത്താവ്, ആമേൻ, നമ്മുടെ പിതാവ് റെഡി ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നീതിമാന്മാരെ, അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരെ, നന്മയിൽ കൂടി സഞ്ചരിക്കുവാൻ കൊതിക്കുന്നവരെ, തലമുറകളെ ഓർത്ത് ഭാരപ്പെട്ട് കരയുന്ന ദൈവിക കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മേൽ അനുഗ്രഹം തരുവാൻ എൻ്റെ കർത്താവിന് ഇഷ്ടമുണ്ട്. പക്ഷെ പ്രാർത്ഥന നിർത്തരുത്. നീ അവരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടിയായി ആമേൻ തൻ്റെ ചെവിയെ തുറന്നു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ദോഷം ചെയ്യരുത്. ദോഷം ചെയ്താൽ എന്താ കാരണം? സമാധാനം നഷ്ടപ്പെടും. പ്രൈസ് ഗോഡ്. അനുഗ്രഹം വരുമ്പോൾ ദോഷം ചെയ്താൽ സമാധാനം നഷ്ടപ്പെടും. ഈ സമാധാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തുവിനെ, സമാധാനം നിറഞ്ഞു നിൽക്കുന്നവനെ അന്വേഷിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിൽ കൂടി പറയുന്നത്. അതുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുക, വലിയ നന്മകൾ അനുഗ്രഹത്തോടെ നിങ്ങൾ പ്രാപിക്കുക, വലിയ ബ്ലെസ്സിങ് നിന്റെ വീടിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ നിങ്ങൾ പ്രാർത്ഥന കളയരുത്. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക. നിരന്തരം പ്രാർത്ഥനകൾ മുടങ്ങാതെ, ആരാധനകൾ മുടങ്ങാതെ, ദൈവത്തോടുള്ള നന്ദികൾ മുടങ്ങാതെ, ദൈവത്തോടുള്ള കൂട്ടായ്മകൾ മുടങ്ങാതെ, ഹല്ലേലൂയ, സഭയോടുള്ള താല്പര്യവും കൂറും മുടങ്ങാതെ എപ്പോഴും അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലും ആരാധനയിലും വലിയ നന്മകൾ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇടവരുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.